ചോദിച്ചതിന് ഉത്തരം പറമാളൂ നീ. എക്സാം കഴിയാൻ അത്രയും ദിവസം എടുക്കുമെന്നുള്ളത് വിഷ്ണുവിന് അറിയാലോ, പിന്നെന്താ? നിനക്കും അറിയാലോ അല്ലേ? ആ, എന്താണ് കാര്യം ഒന്ന് പറഞ്ഞാട്ടെ. ഓ, അതുവരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ. നീ ഇങ്ങനെ കണ്ടോണ്ട് ഞാനൊരു പുരുഷമല്ലടി. കാതോരം അവൻ പറയുന്നത് കേട്ടതും അമ്മാളും ഞെട്ടി വിറച്ചു. ആ വിറയൽ മെല്ലെ അവനിലേക്കും പടർന്നു. എന്താ പെണ്ണെ, ഇത്രയ്ക്ക് പേടിക്കാനായി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അവൻ അമ്മാളുവിനെ തനിക്ക് അഭിമുഖമായി നിർത്തിയ ശേഷം അവളുടെ തോളിൽ കിടന്ന സാരിയെടുത്ത് ബെഡിലേക്കിട്ടു. എന്നിട്ട് ആ തുടുത്ത മുഖം കൈക്കൊമ്പിളിൽ എടുത്തു പിടിച്ചു. അപ്പോഴേക്കും അവളുടെ മുഖത്ത് നാണത്താൽ പൂത്ത പല ഭാവങ്ങൾ വിരിഞ്ഞു വന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് പോരെ വിഷ്ണു ഏട്ടാ? അതുവരെ പിടിച്ചു നിൽക്കുന്നേ? ഒരു പ്രകാരത്തിൽ വിക്കി അവൾ ചോദിച്ചു. മതിയോ? പിടിച്ചു നിൽക്കണോ? ഇല്ലെങ്കിൽ പ്രഗ്നൻ്റ് എങ്ങാനും ആയ എക്സാം ഒക്കെ എഴുതാൻ പാടായിരിക്കും. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല പെണ്ണെ. അതെന്താ? എക്സാം ആകുമ്പോൾ കൂടി വന്ന് നിനക്ക് 3-4 മാസമേ ആവൂ. അതിന് നീ ഇത്രയ്ക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എന്നാലും അങ്ങനെയല്ല ഏട്ടാ, കോളേജിൽ പോകാനൊക്കെ ഒരു നാണക്കേട്. ഒന്നാമത് കുട്ടികൾക്ക് ആർക്കും അറിയില്ല നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ചു എന്നുള്ളത് പോലും. ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് വെളിയിലാണെന്ന്. അതൊക്കെ പൊളിയില്ലേ? നിൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ വിചാരിച്ചോട്ടെ, നോ പ്രോബ്ലം. പക്ഷേ സ്റ്റാഫ് റൂമിൽ എല്ലാവർക്കും അറിയാം നീ എൻ്റെ ഭാര്യയാണെന്നുള്ളത്. സത്യമാണ് ഏട്ടാ? അവൾ ആശ്ചര്യത്തോടെ മുഖമുയർത്തി വിഷ്ണുവിനെ നോക്കി. പിന്നല്ലാതെ, എല്ലാ ദിവസവും നമ്മൾ ഒരുമിച്ച് വരികയും പോവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലുമൊക്കെ ചിന്തിക്കില്ലേ എന്തെങ്കിലും അടുപ്പം കാണുമെന്ന്. അങ്ങനെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ മീന മാഡവും പീഴ്സ് സാറും ഒക്കെ എന്നോട് ചോദിച്ചു. ഞാനപ്പം തന്നെ അവരോടൊക്കെ പറഞ്ഞു എൻ്റെ വൈഫാണെന്ന്. ഈശ്വര, എന്നിട്ട് വിഷ്ണുവിൻ്റെ എൻ്റെ ഇതുവരെയായിട്ടും ഇക്കാര്യം പറഞ്ഞില്ലല്ലോ. അതൊക്കെ അത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ അമ്മാളൂ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത മാറ്ററിനെ കുറിച്ച് നീ സംസാരിക്കുക. അവൻ പരപുരി ചോദിച്ചിട്ടും അമ്മാളും മറുപടിയൊന്നും പറഞ്ഞില്ല. മുഖം താഴ്ത്തി നിൽക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും ആര് വന്ന് അമ്മാളുവിനെ വിളിച്ചു. അവൾ വിഷ്ണുവിനെ ഒന്ന് കണ്ണിറക്കി കാണിച്ച ശേഷം റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? നിനക്കും വെച്ചിട്ടൊട്ടി കുറുമ്പി. അവളെ ഇറങ്ങിപ്പോകുന്നതും നോക്കി വിഷ്ണു പിറുപിറുത്തു. 4-5 ദിവസം വിഷ്ണുവിനെ പറ്റിച്ചു നടന്നെങ്കിലും ഒടുവിൽ ആ ഓണക്കാലം അവർക്ക് ഏറെ പ്രിയമുള്ളതായി മാറുകയായിരുന്നു. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവൾ വിഷ്ണുവിൻ്റെ പാതിയായി മാറി. ഓണനിലാവുദിച്ച ഒരു നിശധീനിയിൽ ഇലഞ്ഞിപ്പൂമണം ഒഴുകിയെത്തുന്ന ആ കുളിരും തണുപ്പും ആസ്വദിച്ച് അമ്മാളു ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. പിന്നിൽ നിന്നും വന്ന വിഷ്ണു അവളെ പൊക്കിയെടുത്ത് ബെഡിലേക്ക് കൊണ്ടുപോയി കിടത്തി. വിഷ്ണു ഏട്ടാ, എന്തീ കാട്ടുന്നേ? കുതറി എഴുന്നേറ്റ് മാറാൻ തുനിഞ്ഞവളെ അവൻ ബലം പ്രയോഗിച്ച് പിടിച്ചു കിടത്തി. അമ്മാളു, ക്ഷമയ്ക്കൊരു പരിധിയുണ്ട് കേട്ടോ. അതുകൂടി വിട്ടാൽ എനിക്ക് പിന്നെ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പറഞ്ഞുകൊണ്ട് അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തണച്ചു. ഇത്തിരി കൂടി കഴിയട്ടെ ഏട്ടാ, പ്ലീസ്, എൻ്റെ എക്സാം. ദേ അമ്മാളു, കൊഞ്ചല്ലേ നീ? ഈടെയായിട്ട് കൂടുന്നുണ്ട് കേട്ടോ. പിടഞ്ഞു മാറാൻ ശ്രമിക്കുന്നവളെ ഒരു ജാലകക്കാരൻ്റെ കരവിരുതുകൾ കൊണ്ടെന്ന പോലെ അവൻ തൻ്റെ വരുതിയിലാക്കി. എന്നിട്ടെടുത്ത് അവൻ്റെ ദേഹത്തേക്ക് ചേർത്തു. അവളെ ചുംബിച്ചും തഴുകി തലോടിയും ലാളിച്ചും അവൻ മെല്ലെ ഉണർത്തി തുടങ്ങിയപ്പോൾ ആദ്യമാദ്യം പെണ്ണെതിർത്തു. എന്നാൽ അവൻ്റെ കരലാളനകൾ കൂടിക്കൂടി വന്നു. അപ്പോഴേക്കും അവളുടെ ഉള്ളിലും വല്ലാത്ത പരവേശം. ആ സമയത്ത് തൻ്റെ പാതി ജീവൻ്റെ കാണാപ്പുറങ്ങൾ തേടി അവൻ അലഞ്ഞു. കൈത്താരണികൾ അവളുടെ നാഭിച്ചുഴിയും കടന്ന് താഴേക്ക് നീങ്ങിയപ്പോൾ പെണ്ണൊന്ന് പൊള്ളിപ്പിടഞ്ഞെഴുന്നേറ്റ് മാറാൻ നോക്കി. പക്ഷേ അവൻ സമ്മതിച്ചില്ല. തേടിയതെന്തോ അത് നേടിയെടുക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു വിഷ്ണു. ഏട്ടാ പ്ലീസ്, അമ്മാളു വീണ്ടും കുതറി. എനിക്കുള്ളതല്ലേ, പിന്നെന്തിനാ ഇത്ര നാണം? അവളുടെ കാതിലൊന്ന് കടിച്ചു നുകർന്നുകൊണ്ട് വിഷ്ണു ചോദിച്ചതും പെണ്ണാകെ അടിമുടി പൂത്തുപോയി. അവനാൽ വിവസ്ത്രയായപ്പോൾ അവൾ വിവശയായി മാറി. ആ നഗ്നമേനിയിലൂടെ ഒരു നാഗം കണക്കെ അവൻ ഇഴഞ്ഞുകൊണ്ട് അവളിലെ ഓരോ അണുവിനെയും ഉണർത്തിയപ്പോൾ രതിയുടെ ആർത്തനാദം അവളിൽ നിന്നും ഉയർന്നു വന്നു. അത് കേൾക്കും തോറും അവൻ്റെ സിരകളും അടിമുടി ചൂട് പിടിച്ചു തുടങ്ങിയിരുന്നു. അവൻ്റെ സ്പർശനമേൽക്കാത്ത, അവൻ്റെ നാവുന്നുകരാത്ത ഒരംശവും അവളിൽ ബാക്കിയില്ലായിരുന്നു. തൻ്റെ പാതിയെ പ്രാപിക്കാൻ മനസ്സുകൊണ്ട് അവനും തയ്യാറെടുത്തു. മെല്ലെ മെല്ലെ അവളിലേക്ക് കൂടുകൂട്ടിയപ്പോൾ അതുവരെ സുഖലോലുപത്തിൽ മയങ്ങി ആസ്വദിച്ച് കിടന്നവൾ പൊടുന്നനെ വാപൊത്തി നിലവിളിച്ചു. അത് കണ്ടതും ആ പൂവിടലിൽ നിന്നും അവനൊന്ന് പിടഞ്ഞു മാറി. അവളുടെ കണ്ണീര് അവനെ വേദനിപ്പിച്ചു. പാതി മുറിഞ്ഞ രതിയുടെ സുഖം അതവനെ ശരിക്കും തളർത്തിയെന്നുള്ളത് അവൾക്ക് മനസ്സിലായി. തൻ്റെ അരികിലായി കിടക്കുന്ന വിഷ്ണുവിനെ അമ്മാളു ഒന്ന് നോക്കി. അവളുടെ നഗ്നമായ വലത്തെ തോളിൽ ഇടം കൈകൊണ്ട് താളം പിടിച്ചു കിടക്കുകയാണവൻ. കഴുത്തുവരെ മൂടിപ്പൊതിച്ച് ഇരുവരും നഗ്നത മറച്ചിരുന്നു. അമ്മാളു അവൻ്റെ അരികിലേക്ക് അല്പം നീങ്ങിക്കിടന്നു. കുഴപ്പമില്ലടാ, പിന്നെ ആവട്ടെ, അവളുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവൻ
ഒരു വാക്കുപോലും ഉരിയാടാതെ അവൻ കുറച്ചു നിമിഷം അങ്ങനെ കിടന്നു. കുറച്ചു കഴിഞ്ഞതും അവളുടെ ഒരു നേർത്ത ചുംബനം അവൻ്റെ കവളിൽ പതിഞ്ഞു. നിമിഷങ്ങൾ കഴിയുന്തോറും വീണ്ടും ഒരു വസന്തകാലം വരുന്നെത്തുവാൻ വെമ്പി നിന്നിരുന്നു. പരസ്പരം സ്നേഹിച്ചു തുടങ്ങിക്കൊണ്ട് അവർ അപ്പോഴേക്കും വീണ്ടും തമ്മിൽ കെട്ടുപിണയാൻ തയ്യാറെടുത്തു. അവളെ രതിയുടെ പാരമ്യതയിലെത്തിക്കാൻ അവൻ വീണ്ടും ശ്രമിച്ചുകൊണ്ട് അവളിലൂടെ അലഞ്ഞു. ആദ്യം കരഞ്ഞു തുടങ്ങിയവൾ പിന്നീട് എല്ലാം തൻ്റെ പാതിക്ക് വേണ്ടി സഹിച്ചു. അവൻ്റെ സന്തോഷത്തിനു വേണ്ടി അവൾ മെഴുകൾ ഇറുക്കി അടച്ചു. ഏറി വന്ന ശ്വാസതാളം മെല്ലെ കേട്ടടങ്ങി. അവൻ തൻ്റെ പാതിയിൽ പൂർണ്ണനായി. ആ പൂവിടലിൽ നിന്നും അകന്നുമാറി കിടന്നുകൊണ്ട് തൻ്റെ അരികിൽ കിടക്കുന്നവളെ വിഷ്ണു ഒന്ന് മുഖം ചരിച്ചു നോക്കി. അവൻ്റെ നോട്ടം കണ്ടതും കുറുമ്പോടുകൂടി പെണ്ണു മുഖം താഴ്ത്തി. സോറി മോളെ, അവൻ മന്ത്രിച്ചതും അമ്മാളു ആ കാതിൽ പിടിച്ചൊന്ന് കിഴക്കി വിട്ടു. എന്നിട്ട് അവനോടൊട്ടിച്ചേർന്നു. ഒരുപാട് വേദനിച്ചോ? അവളെ വീണ്ടും തന്നിലേക്ക് ചേർത്തുകൊണ്ട് അവൻ പതിയെ ചോദിച്ചു. സാരമില്ല, ആദ്യമായിട്ടല്ലേ. അവനൊന്ന് മൂളി. കുറച്ച് സമയം കഴിഞ്ഞതും അമ്മാളുവിൻ്റെ അനക്കം കേൾക്കാതെ വന്നപ്പോൾ അവനൊന്ന് നോക്കി. അവൻ്റെ കൈക്കുഴിയിൽ പതുങ്ങിക്കിടന്ന് പെണ്ണ് ഉറങ്ങിയിരുന്നു. ബെഡ്ഷീറ്റ് എടുത്ത് നന്നായി അവളെ പുതപ്പിച്ച് കിടത്തിയ ശേഷം മെല്ലെ അവനും കണ്ണുകളടച്ചു. കാലത്തെ ഉണർന്നപ്പോൾ അമ്മാളു ശരിക്കും നാണിച്ചു പോയിരുന്നു. വിഷ്ണുവിൻ്റെ നഗ്നമേനിയിൽ ഒട്ടിച്ചേർന്ന് കിടക്കുകയാണ് താൻ. നാണക്കേട്. പെട്ടെന്ന് അവൾ കിടക്ക വിട്ട് എഴുന്നേറ്റു. അപ്പോഴേക്കും അവളുടെ ബെഡ്ഷീറ്റ് ഉതിർന്ന് താഴേക്ക് പോയി. ഈശ്വര, ഞാൻ ഈ കോലത്തിലാണ് കിടന്നുറങ്ങിയത്. തലേദിവസത്തെ സംഭവങ്ങൾ അവളുടെ സിരകളിൽ കൂടി മിന്നി മറഞ്ഞുപോയി. പെട്ടെന്ന് പിടഞ്ഞ് ഊർന്ന് അവൾ നിലത്തേക്കിറങ്ങി. അഴിഞ്ഞു കിടന്ന് തൻ്റെ ടോപ്പെടുത്ത് ദേഹത്തേക്കിട്ടുകൊണ്ട് കുളിക്കാനായി പോയി. നീറ്റിലും വേദനയും കുളിരുമൊക്കെ ചേർന്ന് വല്ലാത്തൊരു സുഖം. കുളിച്ചിറങ്ങി വന്നപ്പോൾ വിഷ്ണു ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. എടോ വാദ്യാരെ, നിങ്ങൾ തരക്കേടില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ശുശ്ശിരാണ് തനിക്ക്. മെല്ലെ വിഷ്ണുവിൻ്റെ നെറ്റിയിലേക്ക് അവൾ അധരം അമർത്തി. ഒന്ന് ഉയർന്നു പൊങ്ങും മുന്നേ അവൻ അവളെ പിടിച്ച് ബെഡിലേക്ക് ഇട്ടിരുന്നു. വിഷ്ണു ഏട്ടാ, നേരം പോയി വിടുന്നുണ്ടോ? ഇത്തിരി കഴിയട്ടെ പെണ്ണേ, പ്ലീസ്. ഇന്ന് ഉത്രാടമല്ലേ ഏട്ടാ, കുറേ പണിയുണ്ട്. അപ്പച്ചേട്ടത്തേക്ക് നേരത്തെ അടുക്കളയിൽ എത്തിക്കാണും. ഞാനും കൂടി ചെല്ലട്ടെ. അവൻ്റെ കരവലയത്തിൽ നിന്നും ഊർന്നിറങ്ങിക്കൊണ്ട് പെണ്ണ് വേഗം റൂമിൽ നിന്നും ഇറങ്ങി ഓടി. താഴെ എത്തിയപ്പോൾ കുട്ടികളൊക്കെ ഉണർന്നു വന്നിരിപ്പുണ്ട്. മീരിയാണെങ്കിൽ പുട്ടും കടലക്കറിയും വെക്കുകയാണ്. ഓണമാവധിയായതിനാൽ എല്ലാവരും ചേർന്ന് ആകെ ബഹളവും ശബ്ദവും ഒക്കെയാണ്. ഇടയ്ക്കൊക്കെ വിഷ്ണുവിൻ്റെ കള്ളനോട്ടം അമ്മാളുവിൻ്റെ നേർക്ക് വരുന്നുണ്ട്. അത് കാണുമ്പോൾ പെണ്ണ് അടിമുടി പൂത്തു പോകുന്നുണ്ട്. അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി കാണുമ്പോൾ അമ്മാളു നെറ്റി ചുളിക്കും. നാളെ ഓണമായതിനാൽ പൂക്കളമിടാനുള്ള പൂവിറുക്കാൻ വേണ്ടി കുട്ടിപ്പട്ടാളങ്ങൾ മുറ്റത്തോടെ നടക്കുകയാണ്. കുറച്ചു മാത്രം പൂക്കളെ അവർക്ക് കിട്ടിയുള്ളൂ. അതുകൊണ്ട് ടൗണിൽ പോയി മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി വിഷ്ണുവിനെയും കൂട്ടി നേരെ പോയി. അവിടെ നിന്നും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞു. അടുക്കളയിലാണെങ്കിൽ ഓണമാഘോഷം പൊടി പൊടിക്കുകയാണ്. പുളിയിഞ്ചിയുടെ മണം അവിടെ ആകെ പടർന്നു. ശ്വാസം എടുത്ത് വലിച്ചൊന്ന് ഉറക്ക ചുമച്ചുകൊണ്ട് അമ്മാളു അടുക്കളയിൽ ചെന്നു. ആഹാ, എന്താ മണം! ഏട്ടത്തിയെ, എന്നെ കൊതിപ്പിച്ച് കൊല്ലാനാണോ പ്ലാൻ? അമ്മാളുവിൻ്റെ സംസാരം കേട്ട് മീര ചിരിച്ചു. മാങ്ങാച്ചാർ ഉണ്ടാക്കുവാൻ വേണ്ടി അത് അരിയുകയാണ് പ്രഭ. കുറച്ച് മാങ്ങാ കഷ്ണങ്ങൾ വാരി വായിലേക്ക് ഇട്ടുകൊണ്ട് അവൾ ഡ്രസ്സ് മാറിയൊരു വരാം എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി. ഡോറടച്ച ശേഷം താൻ മാറിയിട്ടിട്ട് പോയ ടോപ്പും പാൻറ്റും എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. വിഷ്ണു അപ്പോൾ കുളിക്കുകയോ മറ്റുമായിരുന്നു. ഡ്രസ്സ് മാറിയ ശേഷം പെട്ടെന്ന് തന്നെ അവൾ വാതിൽ കടന്നിറങ്ങി വന്നപ്പോൾ വിഷ്ണുവും കുളി കഴിഞ്ഞെത്തിയിരുന്നു. അവൻ്റെ കണ്ണു വെട്ടിച്ചിറങ്ങിപ്പോകാൻ തുടങ്ങിയവളെ ഒറ്റ കുതിപ്പിന് വലിച്ചൊടിപ്പിച്ചു. കുറച്ച് സമയമായല്ലോ നിൻ്റെ ഒളിച്ച് കണ്ടേ പരിപാടി തുടങ്ങിയിട്ട്. എനിക്കത് മനസ്സിലായില്ല എന്നാണ് നീ കരുതിയത്? പെണ്ണിൻ്റെ താടി പിടിച്ച് മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് വിഷ്ണു ചോദിച്ചു. അവളുടെ പിടിയുന്ന മിഴികളിലെ നാണത്താൽ ചാലിച്ച് തിളക്കം കണ്ടപ്പോൾ അവൻ്റെ ഹൃദയവും ആർദ്രമായി. എങ്ങനെയാ കാര്യങ്ങളൊക്കെ? വല്ലതും നടക്കുമോ പെണ്ണേ? അവളുടെ കാതിലേക്ക് തൻ്റെ അധരം ചേർത്തുകൊണ്ട് പതിയെ അവൻ ചോദിച്ചു. പെട്ടെന്ന് അവളൊന്ന് ഞെട്ടി. എന്നിട്ട് മുഖമുയർത്തി വിഷ്ണുവിനെ നോക്കി. കുറുമ്പും കുസൃതിയുമായി അവൻ അവളെ നോക്കി മിഴി ചെമ്മി കാണിച്ചു. അതെ, പീജിക്കാരി പെണ്ണെ, പേടിയാണോ എന്നെ? എന്തിന്? അറിയില്ല. അത് കൊള്ളാം, ബെസ്റ്റ്. ഇന്നൊന്നും വേണ്ട വിഷ്ണു ഏട്ടാ, എനിക്ക് ആകെ ഒരു സുഖക്കുറവാണ്. പിന്നെ പൂക്കളമൊക്കെ ഇട്ട ശേഷം ഇനി എപ്പോൾ വന്ന് കിടക്കുന്നത് പോലും നിശ്ചയമില്ല. സുഖമൊക്കെ ഞാൻ തന്നോളാം, നീ പെട്ടെന്ന് ഇനി വന്നാൽ മതി. അല്ലാണ്ട് എന്നെ പറ്റിച്ച് അവിടെ പോയി തപസ്സിരുന്നേക്കല്ലേ. പിള്ളേരിട്ടോളും പൂക്കളമൊക്കെ. ശരി, എന്നാൽ പിന്നെ നേരം കളയാതെ വിട്ടെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ.
അവനെ തള്ളി മാറ്റാൻ പെണ്ണ് ശ്രമിച്ചപ്പോഴായിരുന്നു വിഷ്ണുവിൻ്റെ മുഖം താഴ്ന്നു വന്നത്. അവൻ അമ്മാളുവിൻ്റെ ചുവന്നു തൊടുത്ത അതിരത്തിൽ ഒന്ന് മുത്തിക്കൊണ്ട് അവളെ ഇറുക്ക പുലർന്നു. എന്നിട്ട് അവയെ മാറി മാറി നുകർന്നുകൊണ്ടേയിരുന്നു. കുതറി മാറാനാവുന്നത്ര അമ്മാൾ ശ്രമിച്ചെങ്കിലും എല്ലാം നിഷ്ഫലമായി മാറി. വിഷ്ണുവിൻ്റെ കൈക്കരുത്തിൽ അവൾ പിന്നീട് അനങ്ങാതെ നിന്നു കൊടുത്തു. അവൻ്റെ വലതു കൈ മെല്ലെ അവളുടെ ശരീരത്തിൽ കൂടി ഇഴഞ്ഞു തുടങ്ങിയപ്പോൾ അമ്മാളു അടിമുടി കോരിത്തരിച്ചുപോയി. അവളുടെ മൃദുലതയിൽ തഴുകി തലോടി അവനവൻ്റെ പ്രവൃത്തി തുടർന്നു. പെട്ടെന്നായിരുന്നു വാതിലിൽ ആരോ മുട്ടിയത്. അതുവരെ അനുഭവിച്ചു വന്ന സുഖലോലുപമായ വേള, അതിനുണ്ടായ വിങ്ങൽ പുറത്തേക്ക് കാണിക്കാതെ വിഷ്ണു ചെന്ന് വാതിൽ തുറന്നു. ഋഷിക്കുട്ടനായിരുന്നു. അമ്മാളു ആ സമയത്ത് മുഖവുമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവുകയാണ്. ഉയർന്നു പൊങ്ങി നിന്ന ടോപ്പ് പിടിച്ച് നേരെയാക്കിക്കൊണ്ട് അവൾ വന്നപ്പോൾ ഋഷിക്കുട്ടൻ പൂക്കളമിടാൻ വേണ്ടി അവളെ വിളിക്കാൻ കയറി വന്നതാണെന്നറിഞ്ഞു. പിന്നീട് ഇരുവരും ചേർന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി. ആരുവും മിച്ചുവും കൂടി ഇരുന്ന് പൂക്കൾ അടർത്തിയിടുകയാണ്. അമ്മാളുവും അവരുടെ ഒപ്പം സഹായിക്കാനിരുന്നു. സിറ്റ് ഔട്ടിലായിരുന്നു കളം വരച്ചത്. അത് വിഷ്ണുവായിരുന്നു വരച്ചു കൊടുത്തത്. ശേഷം എല്ലാവരും ചേർന്ന് അതിമനോഹരമായ അത്തപ്പൂക്കളം ഇട്ടു. ഓണത്തപ്പനെയൊക്കെ ഉണ്ടാക്കി വെച്ചു. എല്ലാം സെറ്റ് ചെയ്ത് അത്താഴം കഴിക്കാൻ വന്നപ്പോൾ നേരം 12:30 സിദ്ധുവേട്ടനും അച്ഛനും അന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത്. ഓഫീസിലെല്ലാവർക്കും ബോണസ്, പിന്നെ ഓണസദ്യ ഉണ്ടാക്കുവാനൊക്കെയുള്ള പല വ്യഞ്ജനങ്ങൾ കൊടുക്കണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവർ വന്നപ്പോൾ 12 മണിയായിരുന്നു. അപ്പോഴേക്കും അടുക്കളയിൽ പുളിയിഞ്ചി, അച്ചാറുകൾ, ഉള്ളിത്തീയൽ, കാളനൊക്കെ റെഡിയായിരുന്നു. അമ്മാൾ കുറച്ച് ഇഞ്ചിക്കറി എടുത്ത് ചോറുണ്ടു. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൊടുകറിയാണത്. അവളുടെ കഴിപ്പ് നോക്കി വിഷ്ണു ചിരിച്ചു. എല്ലാവരും കഴിച്ച് കൈ കഴുകിയ ശേഷം വേഗം പോയി കിടന്നു. നാളെ കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകേണ്ടതാണ്. അതുകൊണ്ട് പ്രഭയാണ് എല്ലാവരെയും ഓടിച്ചു വിട്ടത്. ഉറക്കം നടിച്ചു കിടക്കുന്ന അമ്മാളുവിനെ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ വിഷ്ണു നോക്കി കിടക്കുകയാണ്. കൂട്ടിപ്പിടിച്ച മിഴികളിടയ്ക്കൊക്കെ ഓളം വെട്ടിയത് കണ്ടപ്പോൾ അവന് മനസ്സിലായി അവൾ ഉറങ്ങുകയല്ലെന്ന്. അവളുടെ ടോപ്പ് പിടിച്ച് മേൽപോട്ട് ഉയർത്തിയ ശേഷം ആ മുഖം പൂഴ്ത്തിയപ്പോൾ ശ്വാസം അടക്കി പിടിച്ച് കിടന്നവൾ പെട്ടെന്നൊന്ന് ഉയർന്നു പോയിരുന്നു. വിഷ്ണുവേട്ട പ്ലീസ്, അവളാകുന്നത്ര വിധത്തിൽ അവനെ അടർത്തി മാറ്റാൻ ശ്രമിച്ചു. എവിടുന്ന്? ചെക്കനുണ്ടോ? വിടുന്നു. മുത്തങ്ങൾ നൽകിക്കൊണ്ട് അവൻ അവളെ പരവശയാക്കി. ഒടുവിൽ അവൻ്റെ കരലാണലുകൾക്ക് മുന്നിൽ അവൾ തോറ്റുപോയിരുന്നു. പതിയെ പതിയെ അവളും ഉണർന്നു തുടങ്ങി. തലേരാത്രിയുടെ ആവർത്തനമായിരുന്നു അന്നും. അത് വിഷ്ണു കൂടുതൽ മികവുറ്റതാക്കി. അവളിലൂടെ അലഞ്ഞുകൊണ്ട് ആ തേൻ നുകർന്നുകൊണ്ട് വീണ്ടും പുലുകിക്കൊണ്ട് അലിഞ്ഞു ചേർന്നു. അങ്ങനെ ഓണപ്പുലരി ഉദിച്ചു. അമ്മാളു അതിരാവിലെ ഉണർന്ന് കുളിച്ചിറങ്ങി വന്നപ്പോൾ വിഷ്ണു എഴുന്നേറ്റിരിപ്പുണ്ട്. ഹാപ്പി ഓണം ചക്കരേ. അവൾ വന്ന് വിഷ്ണുവിൻ്റെ കവിളിൽ ആഞ്ഞൊരു മുത്തം നൽകി. അപ്പോഴേക്കും അവൻ അവളെ പിടിച്ച് മടിയിലേക്കിരുത്തി. എന്താ വാസന, അടിപൊളിയായിട്ടുണ്ട്. വിഷ്ണു ആണെങ്കിൽ അമ്മാളുവിൻ്റെ മുടിയിലേക്ക് മുഖം പൂഴ്ത്തി. വിട്ടി വിഷ്ണുവേട്ട, നേരെ ഇപ്പം തന്നെ വൈകി, താഴേക്ക് ചെല്ലട്ടെ ഞാൻ. അവനിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് പെണ്ണ് പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. കുറച്ച് സമയം കൂടി അലക്ഷ്യമായി കിടന്ന ശേഷം വിഷ്ണുവും എഴുന്നേറ്റ് ഫ്രഷ് ആകാൻ വേണ്ടി വാഷ്റൂമിലേക്ക് നടന്നു. ഷവറിൽ നിന്നും വെള്ളം ദേഹത്തേക്ക് പതിക്കുമ്പോൾ ചുമലിലും പുറത്തും വല്ലാത്ത നീറ്റൽ പോലെ. ഈ പെണ്ണിൻ്റെ കാര്യം, ബാക്കിയുള്ളവൻ്റെ ദേഹം മൊത്തം നീറിപ്പകയുന്നു. മനസ്സാലെ പറഞ്ഞുകൊണ്ട് വിഷ്ണു ഒന്ന് ചിരിച്ചു. കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന ശേഷം അവൻ താഴേക്ക് ചെന്നു. കുട്ടികളൊക്കെ അമ്പലത്തിൽ പോയിരുന്നു. സിദ്ധുവേട്ടനും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ടാണ് കുട്ടികൾ അമ്പലത്തിൽ പോയിരിക്കുന്നത്. അമ്മാളുവും ഏട്ടത്തിയമ്മയും അടുക്കളയിലുണ്ട്. വിഷ്ണു അവരുടെ അടുത്തേക്ക് ചെന്നു. അമ്മാളു വീട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മീരയുടെ അടുത്ത് നിൽപ്പുണ്ട്. അമ്മാളുവിൻ്റെയും വിഷ്ണുവിൻ്റെയും കല്യാണം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്. അതിൻ്റേതായ സന്തോഷത്തിലാണ് അവൾ. അവിടെ എല്ലാവർക്കുമുള്ള ഓണക്കോടിയൊക്കെ അമ്മാളും നേരത്തെ എടുത്തു വെച്ചിരുന്നു. ഉച്ചയ്ക്ക് ഓണസദ്യ കഴിച്ച ശേഷം 3 മണിയോടുകൂടി ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അവൾ. മീരയും അവരുടെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് വൈകുന്നേരം തന്നെ മടങ്ങും. അതാണത്രേ പതിവ്. ഏട്ടത്തി, ഒരു ചായ കിട്ടുമോ? വിഷ്ണുവിൻ്റെ ശബ്ദം കേട്ടതും ഇരുവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് തന്നെ അമ്മാളു ഫ്ലാസ്കിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ എടുത്ത് അവന് കൊണ്ടുപോയി കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു. മീരി അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മാളു ക്യാബേജ് തോരൻ വെക്കാൻ അരിയുന്നുണ്ട്. അച്ചിങ്ങ മെഴുക്ക് പുരട്ടിക്കായി അരിഞ്ഞ് അവൾ ആദ്യം വെച്ചിരുന്നു. സാമ്പാർ വെച്ച ശേഷം ചെറുപയർ പരിപ്പ് കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ജോലികളായി വേഗത്തിൽ നടത്തി വരുന്നുണ്ട് മീരയും അമ്മാളുവും ചേർന്ന്. പിന്നെ കുറച്ച് ജോലികളൊക്കെ തലേ ദിവസവും ഒതുക്കിയിരുന്നു. ആരുവും മിച്ചവും അമ്മാളും ഒക്കെ കൂടി അത്തപ്പൂക്കളത്തിൻ്റെ മുന്നിൽ നിന്ന് പല രീതിയിൽ ഫോട്ടോകൾ എടുക്കുന്നുണ്ട്. മീര വിളിച്ചപ്പോൾ എല്ലാവരും കഴിക്കുവാനായി വന്നിരുന്നു. കാപ്പി കുടിച്ച ശേഷം സിദ്ധു എല്ലാവർക്കുമുള്ള ഓണക്കോടി എടുത്തുകൊണ്ട് വന്നു. അമ്മാളുവിനൊരു ധാവണി സെറ്റ്, പിന്നെ ഒരു സൽവാർ, അല്ലാതെ 2 ടോപ്പും. വിഷ്ണുവിന് കുർത്തയും മുണ്ടും, ഒപ്പം വേറെ 2-3 ഷർട്ട് മുണ്ട്. പിന്നെ അമ്മാളുവിൻ്റെ വീട്ടിലേക്കും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതേപോലെ വീട്ടിലുള്ള ഓരോരുത്തർക്കും വാങ്ങി.